നമസ്കാരം. മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ മോഹൻലാൽ ഉഷപൂജ നടത്തിയത്. ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു ഈ വാർത്ത. സഹോദരതുല്യമായ ഇവരുടെ ബന്ധത്തെ ഏവരും പ്രശംസിച്ചു. മമ്മൂട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പ്രചരിക്കവെയാണ് മോഹൻലാൽ വഴിപാട് നടത്തിയതെന്നും എടുത്തു പറയേണ്ടതാണ്. എന്നാൽ ഇതേക്കുറിച്ച് മമ്മൂട്ടിയോ മോഹൻലാലോ പ്രതികരിച്ചിരുന്നില്ല. ഇപ്പോഴത്തെ വഴിപാടിനെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് മോഹൻലാൽ. വഴിപാട് നടത്തിയ വിവരം പുറത്തു വന്നത് അവിചാരിതമായാണെന്നാണ് മോഹൻലാൽ പറയുന്നത്. ശബരിമലയിൽ പോയി അദ്ദേഹത്തിന് വേണ്ടി പൂജ നടത്തി. ദേവസ്വം ബോർഡിലെ ആരോ രസീത് ലീക്ക് ചെയ്തതാണ്. ഇതേക്കുറിച്ച് എന്തിനാണ് സംസാരിക്കുന്നത്? അതെല്ലാം വളരെ വ്യക്തിപരമാണ്. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് എന്തിനാണ്? ഒരുപാട് പേർ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും സംസാരിക്കും. പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ ഉറപ്പായും നിങ്ങൾ പ്രാർത്ഥിക്കണം. തന്റെ സുഹൃത്തും സഹോദരനുമാണ് മമ്മൂട്ടിയെന്നും മോഹൻലാൽ പറയുന്നു. മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളെക്കുറിച്ചും മോഹൻലാൽ സംസാരിച്ചു. അദ്ദേഹത്തിന് കുഴപ്പമില്ല, എന്തോ ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ ആശങ്കപ്പെടാനൊന്നുമില്ലെന്നും മോഹൻലാൽ വ്യക്തമാക്കുന്നുണ്ട്. മമ്മൂട്ടിക്ക് കുടലിൽ ക്യാൻസർ ബാധിച്ചുവെന്നായിരുന്നു നേരത്തെ പ്രചരിച്ച വാർത്ത. എന്നാൽ നടന്റെ ടീം ഇത് നിഷേധിച്ചു. ആരോഗ്യത്തിന് കുഴപ്പമില്ലെന്നാണ് ഇവർ പറഞ്ഞത്. റംദാൻ മാസമായതിനാൽ ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ബ്രേക്ക് കഴിഞ്ഞ് മഹേഷ് നാരായണന്റെ സിനിമയുടെ സെറ്റിലേക്ക് മടങ്ങുമെന്നാണ് പുറത്തുവന്ന പ്രതികരണം. അഭ്യൂഹങ്ങളെക്കുറിച്ച് മമ്മൂട്ടി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 73-കാരനാണ് നടൻ. ആരോഗ്യകാര്യങ്ങളിൽ വലിയ ശ്രദ്ധ കൊടുക്കുന്ന താരം. മലയാള സിനിമയുടെ നെടുന്തൂണുകൾ എന്നാണ് താരരാജാക്കന്മാരെ വിശേഷിപ്പിക്കാറുള്ളത്. മലയാളത്തിലെ ഏറ്റവും താരരാജാക്കന്മാരായ ഇരുവരുടെയും സൗഹൃദത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഒരേ കാലഘട്ടത്തിൽ താരങ്ങളായി മാറിയവരാണ് മോഹൻലാലും മമ്മൂട്ടിയും. തുടക്കകാലം മുതൽ പരസ്പരം താങ്ങാൻ ഇരുവരും മുന്നോട്ട് പോയി. സിനിമയ്ക്ക് അപ്പുറമാണ് തങ്ങളുടെ സൗഹൃദമെന്ന് ഇവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലാണ് മമ്മൂട്ടിക്ക് മോഹൻലാൽ വഴിപാട് നടത്തിയത്. ദിവസങ്ങൾക്ക് മുമ്പാണ് മോഹൻലാൽ ശബരിമലയിൽ എത്തിയത്. ഇതിനിടയിൽ ശബരിമലയിൽ മോഹൻലാലിന്റെ അതീവ രഹസ്യമായി മമ്മൂട്ടിയുടെ പേരിലെടുത്ത ഉഷപൂജയുടെ ചീട്ട് പരസ്യമായ സംഭവത്തിൽ ദേവസ്വം ബോർഡ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ശബരിമലയിലെ തന്ത്രി കണ്ഠരര് രാജീവരുടെ നിർദ്ദേശാനുസരണം അദ്ദേഹത്തിന്റെ മകൻ കണ്ഠരര് ബ്രഹ്മദത്തൻ നേരിട്ട് എഴുതിച്ച ചീട്ടാണ് ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥർ ചോർത്തി ഒരു പ്രമുഖ ദൃശ്യമാധ്യമത്തിന് നൽകിയത്. സംഭവത്തിൽ മോഹൻലാൽ നിരാശനും ക്രൂദ്ധനുമെന്നാണ് റിപ്പോർട്ട്. മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്ന വാർത്തകൾ അദ്ദേഹത്തിനോ കുടുംബമോ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ചില ഓൺലൈൻ മാധ്യമങ്ങളും 1-2 ദിനപത്രങ്ങൾ മാത്രമാണ് പ്രസിദ്ധീകരിച്ചത്. വാർത്തകൾ വന്നു തുടങ്ങിയ സമയത്താണ് മോഹൻലാലിന്റെ വഴിപാട് രസീത് പുറത്തായത്. ഇതോടെ മമ്മൂട്ടിക്ക് അസുഖമാണെന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടു. മമ്മൂട്ടി ഇത്തരം കാര്യങ്ങൾ അതീവ രഹസ്യമായിരിക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണ്. ചലച്ചിത്ര മാധ്യമവുമായി ബന്ധമുള്ള ഒരാളുടെ സാമൂഹിക മാധ്യമ കുറിപ്പിൽ നിന്നാണ് മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്ന വാർത്ത പുറം ലോകം അറിയുന്നത്. കുറച്ചു ദിവസങ്ങളായി മലയാളത്തിലെ മഹാനടൻ മമ്മൂട്ടിക്ക് അർബുദം സ്ഥിരീകരിച്ചു എന്ന രീതിയിലാണ് സമൂഹമാധ്യമങ്ങളിൽ വാർത്തകൾ പ്രചരിക്കുന്നത്. മമ്മൂട്ടിയോ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഇത് സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും പങ്കുവച്ചിരുന്നില്ല. അസുഖം ബാധിച്ച് മമ്മൂട്ടിയെ ചെന്നൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നും പരിശോധനയിൽ കുടലിന് അർബുദം സ്ഥിരീകരിച്ചുവെന്നുമായിരുന്നു വാർത്തകൾ ചിലത്. ഇപ്പോൾ ഇതെല്ലാം വ്യാജമാണെന്നും നടന് ഒരു തരത്തിലുള്ള അസുഖമില്ലെന്നും റംദാൻ വ്രതത്തിന്റെ ഭാഗമായി വിശ്രമത്തിലാണെന്നുമാണ്, അതിനാലാണ് ഷൂട്ടിംഗ് ഇടവേള എടുത്തിരിക്കുന്നതെന്നും ഒക്കെ വിശദീകരിച്ചുകൊണ്ടാണ് മമ്മൂട്ടി ടീം രംഗത്ത് വന്നത്. എല്ലാം വ്യാജ വാർത്തകളാണ്. റംദാൻ വ്രതത്തിലായി അദ്ദേഹം അവധിയിലാണ്. ഷൂട്ടിംഗിൽ നിന്ന് ഇടവേള എടുത്തിരിക്കുകയാണ്. റമദാൻ കഴിയുന്നതോടെ അദ്ദേഹം മഹേഷ് നാരായണന്റെ സിനിമയുടെ ഷൂട്ടിംഗിൽ സജീവമാകുമെന്നാണ് മമ്മൂട്ടി ടീം അറിയിച്ചത്. ഈ സിനിമയിൽ മമ്മൂട്ടിയെ കൂടാതെ മോഹൻലാൽ, നയൻതാര, രേവതി, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ എന്നിവരുൾപ്പെടെയുള്ള വൻ താരനിരയാണ് അണിനിരക്കുന്നത്. 16 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി മോഹൻലാലും ഒന്നിക്കുന്ന ഒരു മുഴുനീള സിനിമ കൂടിയാണിത്. മമ്മൂട്ടിയുടെ 2013 പുറത്തിറങ്ങിയ കടൽ കടന്ന് ഒരു മാത്തുക്കുട്ടി എന്ന സിനിമയിൽ മോഹൻലാൽ ചെറിയ വേഷം ചെയ്തിരുന്നു. 2011 പുറത്തിറങ്ങിയ മോഹൻലാലിന്റെ ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ മമ്മൂട്ടി ചെറിയ വേഷത്തിൽ അഭിനയിച്ചിരുന്നു. 2008 2020 ഇരു താരങ്ങളും ഒരുമിച്ച് അഭിനയിച്ചത്. ചിത്രത്തിന്റെ ഒരു ഷെഡ്യൂൾ കൊച്ചിയിലും ഒരു ഷെഡ്യൂൾ അസർബൈജാനിലും പൂർത്തിയായിരുന്നു. കൊച്ചിയിലും ഷൂട്ട് നടന്നിരുന്നു. ഡൽഹിയിലും ഒരു ഷെഡ്യൂൾ ചിത്രീകരിക്കാനുണ്ട്. ശ്രീലങ്ക, ഹൈദരാബാദ്, വിശാഖപട്ടണം, തായ്ലാന്റ് എന്നിവയും ഷൂട്ടിംഗ് ലൊക്കേഷനുകളാണ്. ബസൂക്കയാണ് മമ്മൂട്ടിയുടെ റിലീസ് ചെയ്യാനിരിക്കുന്ന പുതിയ സിനിമ. ഗൗതം മേനോന്റെ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സണലാണ് അവസാനം അഭിനയിച്ചത്. ഡീനോടെ സംവിധാനം ചെയ്യുന്ന ബസൂക്ക ഫാമിലി സംവിധായകൻ നിതീഷ് സഹദേവനൊപ്പം പേരിടാത്ത ചിത്രം, വിനായകൻ നായകനാകുന്ന കലംകാവൽ തുടങ്ങിയ ചിത്രങ്ങളാണ് മമ്മൂട്ടിയുടേത് അണിയറിൽ ഒരുങ്ങുന്നത്. നിരന്തരം ഛർദിൽ ഉണ്ടായതിനെ തുടർന്നാണ് മമ്മൂട്ടി പരിശോധനാ വിധേയമായതെന്നാണ് ചെന്നൈ അപ്പോളയിൽ നടത്തിയ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചതെന്നും പറയുന്നുണ്ട്. അപ്പോളയിലെ ചികിത്സയ്ക്ക് ശേഷം ആവശ്യമെങ്കിൽ അദ്ദേഹത്തെ US കൊണ്ടുപോകും. അദ്ദേഹം റേഡിയേഷൻ തെറാപ്പിക്ക് വിധേയനാകും. എന്നിരുന്നാലും സോഷ്യൽ മീഡിയ പ്രചരിക്കുന്ന ചില കിംവദന്തികൾക്ക് വിരുദ്ധമായി അദ്ദേഹത്തിന് പ്രാഥമിക പരിശോധനകൾ നടത്തിയ മെഡിക്കൽ വിദഗ്ധർ ആശങ്കയ്ക്ക് കാരണമില്ലെന്ന് ഉറപ്പു നൽകുന്നുണ്ട്. റേഡിയേഷൻ തെറാപ്പി പൂർത്തിയാക്കിയ ശേഷം ചിത്രീകരണം പുനരാരംഭിക്കാൻ അദ്ദേഹം പദ്ധതിയിടുന്നു. കീമോതെറാപ്പി ഉൾപ്പെടെയുള്ളവർ തുടർ ചികിത്സയുടെ ആവശ്യകത മെഡിക്കൽ വിലയിരുത്തലുകൾക്ക് ശേഷം തീരുമാനിക്കും. ശസ്ത്രക്രിയ ആവശ്യമാണെങ്കിൽ സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കൺസൾട്ടേഷനായി അദ്ദേഹം അമേരിക്കയിലേക്ക് ഒരു യാത്ര ആലോചിക്കുന്നു. ചെന്നൈയിലെ വസതിയിൽ നിന്ന് തേനാമ്പേട്ടിലെ ആശുപത്രിയിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ റേഡിയേഷൻ സെഷനുകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. നേരത്തെ തന്നെ രോഗം കണ്ടെത്തിയതിനാൽ മമ്മൂട്ടി ഉടൻ തന്നെ പൂർണ്ണമായി സുഖം പ്രാപിക്കുമെന്ന് ഡോക്ടർമാർ ശുഭാപ്തി വിശ്വാസത്തിലാണ്. ഭാര്യ സുൽഫത്ത്, മകനും നടനുമായ ദുൽഖർ സൽമാൻ, മകൾ സുർമി, മരുമകൻ ഡോക്ടർ മുഹമ്മദ്, റഹാൻ സായിദ്, മറ്റ് അടുത്ത ബന്ധുക്കൾ എന്നിവർ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ കുടുംബം പിന്തുണയായി ഒപ്പമുണ്ട്.
മലയാളത്തെ ഒന്നടങ്കം വേദനിപ്പിച്ചൊരു വാർത്ത കൂടിയായിരുന്നു ഇത്. മമ്മൂട്ടി ഒരിക്കലും തന്റെ രോഗം പരസ്യമാക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് PR ടീം ശക്തമായ വാർത്തകൾ നിഷേധിച്ചത്. ഇതിനിടയിലായിരുന്നു മോഹൻലാലിന്റെ വഴിപാട് വാർത്ത പുറത്തുവന്നത്. അയ്യപ്പന് ഉഷപൂജ നടത്തുന്നത് ദീർഘസൗഭാഗ്യം നൽകുമെന്നതാണ് കരുതപ്പെടുന്നത്. മമ്മൂട്ടിക്ക് വേണ്ടി ഉഷപൂജ നടത്താൻ ലാലിന് ഉപദേശം നൽകിയത് കണ്ഠരര് രാജീവർ തന്നെയാണ്. മമ്മൂട്ടിയുടെ പേരുള്ള പൂജയ്ക്ക് കൂടി വേണ്ടിയാണ് ലാൽ ശബരിമലയിലെത്തിയത്. എമ്പുരാൻ സിനിമയുടെ റിലീസിന് മുമ്പുള്ള മലയാത്രയാണെന്നാണ് വാർത്തകൾ വന്നതെങ്കിലും അത് പൂർണ്ണമായും ശരിയായിരുന്നില്ല. മമ്മൂട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ ലാൽ അസ്വസ്ഥനായിരുന്നു. അതുവരെ പുറത്തു വരാതിരുന്ന ചില പൂജകളും അദ്ദേഹം നടത്തിയിരുന്നു. ഇപ്പോഴും നടത്തുന്നുണ്ട്. മമ്മൂട്ടി സുഖം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും അദ്ദേഹം വ്യാപൃതനാണ്. മോഹൻലാൽ ധാരാളം പൂജകൾ സ്വയം ചെയ്യുന്ന വ്യക്തിയാണ്. ദാനധർമാദി കാര്യങ്ങളിൽ മോഹൻലാലിനോളം താല്പര്യമുള്ളവർ കുറവാണ്. ദിവസേന അദ്ദേഹം നിരവധി ആളുകളെ സഹായിക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം രഹസ്യമാണ്. മോഹൻലാലിന്റെ PR ടീം അത്തരം വാർത്തകൾ പ്രചരിപ്പിക്കാറില്ല. സ്വന്തം മാതാപിതാക്കളുടെ പേരിൽ മോഹൻലാൽ രജിസ്റ്റർ ചെയ്ത വിശ്വശാന്തി ഫൗണ്ടേഷനാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. മമ്മൂട്ടിയുടെ പേരിൽ ഒരു പൂജ നടത്തിയ ശേഷം താൻ എന്തോ മഹാകാര്യം ചെയ്തുവെന്ന പേരിൽ വാർത്തകൾ പ്രചരിച്ചതോടെ മോഹൻലാലിന്റെ ഇമേജിന് സാരമായ ദോഷം സംഭവിച്ചു. അദ്ദേഹത്തിന്റെ മകന്റെ നേതൃത്വത്തിലായിരുന്നു പൂജ നടത്തിയത്. മമ്മൂട്ടിക്ക് വേണ്ടി എന്ത് പൂജ നടത്തണമെന്ന് മോഹൻലാൽ ചോദിച്ചിരുന്നു. അതീവ രഹസ്യമായി പൂജ നടത്താനാണ് ആഗ്രഹിച്ചത്. ഇക്കാര്യം പരസ്യമായാൽ മമ്മൂട്ടിക്ക് സഹിക്കില്ലെന്ന് ആരെക്കാൾ അധികം അറിയുന്നത് മോഹൻലാലിനാണ്. അതാണ് അദ്ദേഹം രഹസ്യ സ്വഭാവം സൂക്ഷിച്ചത്. എന്നാൽ കരുണയില്ലാത്ത ആരോ അത് ചോർത്തി. ദേവസ്വം ബോർഡിൽ നിന്നാണ് വിവരങ്ങൾ പോയതെന്ന് മോഹൻലാൽ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇത് പുറത്തായില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വിവരം ആരും അറിയുമായിരുന്നില്ല. ദേവസ്വം റെസിപ്റ്റിന്റെ ഒറിജിനൽ ക്ഷേത്രത്തിലേക്ക് തന്ത്രിയാണ് കൊണ്ടുപോയത്. അദ്ദേഹത്തിൽ നിന്നും വിവരം ചോറില്ല. എന്നാൽ റെസിപ്റ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റിന്റെ ചിത്രം മൊബൈലിൽ എടുത്ത ശേഷം ചാനലിന് കൊടുത്തു എന്നാണ് ദേവസ്വം ബോർഡ് രഹസ്യമായി കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരം വാർത്തകൾക്ക് താഴെ വന്ന പലരും തങ്ങളെ വിയോജിപ്പ് രേഖപ്പെടുത്തി. ഇതാണ് ലാലിനെ ഏറെ വേദനിപ്പിച്ചത്. ലാലിന്റെ ചീട്ട് പരസ്യമാക്കിയ മാധ്യമത്തോട് വല്ലാത്ത ദേഷ്യത്തിലാണ് മോഹൻലാൽ. തന്നോട് ചാനലുകാർ പ്രതികരണം ചോദിച്ചപ്പോഴും മോഹൻലാൽ ചൂടായി. ലാൽ മമ്മൂട്ടിയുടെ പേരിൽ പൂജ നടത്തി ചീട്ട് നൽകിയിട്ട് ഇതാണ് ഭായ് കേരളം എന്ന മട്ടിൽ നവമാധ്യമങ്ങളിൽ എഴുതിവിടുന്ന വിദ്വാൻമാരോട് വല്ലാത്ത ഈർഷ്യ തന്നെയാണ് മോഹൻലാലിനുള്ളത്. മമ്മൂട്ടിയുടെ രോഗവും മോഹൻലാലിന്റെ പൂജയും ഇരുവരുടെയും സ്വകാര്യതയാണെന്ന വസ്തുത അംഗീകരിക്കാൻ ചില മാധ്യമങ്ങൾക്ക് മടിയാണ്. എമ്പുരാൻ റിലീസ് ഇല്ലായിരുന്നുവെങ്കിൽ മോഹൻലാൽ ഇത് ശക്തമായി തന്നെ ഈ ഒരു പ്രവണതയ്ക്കെതിരെ പ്രതികരിക്കുമായിരുന്നു. എന്നാൽ നല്ല കാര്യം സംഭവിക്കാനിരിക്കെ വിവാദങ്ങളിൽ നിന്ന് മോഹൻലാൽ ഒഴിയുകയാണ്.